നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണന് തരാനുള്ള ഉപദേശം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള റീഡിംഗാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബജീവിതമാണ്. ആ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കാം. ശ്രീകൃഷ്ണൻ്റെ ഉപദേശത്തോടു കൂടി നിങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാഭാഗ്യമാണ്. നാളത്തെ ദിവസം എങ്ങനെയാണ് നിങ്ങൾ തുടങ്ങേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ. സുഖം പ്രാപ്തമാക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ കാര്യം എന്തെന്നാൽ ദുഃഖത്തിൽ നിന്നും മോചനം പ്രാപ്തമാക്കുക എന്നതാണ്. എന്നാൽ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ മനുഷ്യൻ ആദ്യം തന്നെ തൻ്റെ ഭ്രമങ്ങളിൽ നിന്നും മോചനം നേടേണ്ടതാണ്. ഈ ലോകത്ത് എന്താണ് സത്യമായിട്ടുള്ളത്, എന്താണ് അസത്യമായിട്ടുള്ളത്, വാസ്തവത്തിൽ നാം നമ്മളുടെ ജീവിതത്തിൽ ആർജിക്കേണ്ടത് എന്താണ്, വർജിക്കേണ്ടത് എന്താണ്, ഇവയെക്കുറിച്ചെല്ലാം വ്യക്തമായ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുകയും സത്യത്തെ സത്യമായി അംഗീകരിക്കുകയും ജീവിതത്തിൽ അസത്യമായ കാര്യങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തി ദുഃഖത്തിൽ നിന്നും മോചിതനാകുന്നതാണ് എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. മനുഷ്യരെ ഭ്രമിപ്പിക്കുവാൻ ഈ ലോകത്തിനു ചുറ്റും ധാരാളം കാര്യങ്ങളുണ്ട്. നിങ്ങൾ അവയെല്ലാം തേടി നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു മനുഷ്യരുടെ സുഖങ്ങൾ കണ്ട്, അതായത് മറ്റു മനുഷ്യർ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖവും സൗകര്യങ്ങളും കണ്ട് അതുപോലെയുള്ള സുഖം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അവരെ അനുകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് ദുഃഖം മാത്രമായിരിക്കും എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളോട് പറയുന്നത്. ജീവിതത്തെക്കുറിച്ച് മനുഷ്യനുണ്ടാക്കിയ കാവ്യഭാവനകളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കുകയും ജീവിതം എന്താണെന്നുള്ളതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ തിരിച്ചറിയുകയും വേണം. അതായത് ജീവിതം എന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. കാരണം ഈ ലോകത്ത് ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട്. അവയെല്ലാം തന്നെ ദുഃഖം അനുഭവിച്ചു കൊണ്ടാണോ ജീവിക്കുന്നത് എന്നാണ് ഭഗവാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഒരിക്കലുമല്ല. എന്തുകൊണ്ടെന്നാൽ അവയ്ക്കെല്ലാം ജീവിതത്തെക്കുറിച്ച് കാവ്യഭാവനകളില്ല. കാവ്യഭാവനകൾ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ദുഃഖം അനുഭവിക്കാതെ ജീവിക്കുവാൻ പഠിക്കും എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. അതുകൊണ്ട് മനുഷ്യനും ജീവിതത്തെക്കുറിച്ച് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കുവാൻ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. തൻ്റെ ജീവിതത്തിന് ചുറ്റും മായാ കാഴ്ചകളും മായകൾ നിറഞ്ഞ വചനങ്ങളും നൃത്തമാടിക്കൊണ്ടിരിക്കുമ്പോഴും തൻ്റെ ഉള്ളിലെ അന്തസ്സിനെ കൈവിടാതെ ഏതൊരു വ്യക്തിയാണോ ഈ ലോകത്തിൽ ഭ്രമിക്കാതെ ജീവിക്കുവാൻ പഠിക്കുന്നത്, ആ വ്യക്തിക്ക് ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരികയില്ല. അഥവാ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സുഖം അനുഭവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ സുഖം തേടി നിങ്ങൾ പ്രപഞ്ചത്തിൽ അലയാതിരിക്കുക. അഥവാ നിങ്ങൾ സുഖം തേടി പ്രപഞ്ചത്തിൽ അലയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള സുഖം കൂടി നഷ്ടപ്പെടുന്നതായിരിക്കും എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സുഖം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് സഞ്ചരിക്കൂ. അവിടെയാണ് സുഖം ഇരിക്കുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ തന്നെയാണ് സുഖത്തിൻ്റെ സ്വാമി എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ തിരിച്ചറിവോടുകൂടി ഒരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ സുഖം നേടിയെടുക്കുവാൻ വേണ്ടി അലയുകയുമില്ല, അലഞ്ഞ് ദുഃഖം വരുത്തി വയ്ക്കുകയുമില്ല. ചിന്തിച്ചു നോക്കൂ എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. അതിനെ ലളിതമായി തന്നെ സമീപിക്കുക. ഇങ്ങനെ ജീവിതത്തെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദുഃഖം കൂടാതെ സന്തോഷകരമായി തന്നെ ജീവിതം ജീവിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് കരുതി മറ്റുള്ളവരുടെ ജീവിതത്തിലെ സുഖം കണ്ട് ആ സുഖത്തെ തേടി അലയാതിരിക്കുക. ഇങ്ങനെ നിങ്ങൾ അലയുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖം കിട്ടുകയുമില്ല. ജീവിതത്തിൽ നിങ്ങൾ ദുഃഖത്തെ വിളിച്ചു വരുത്തുകയും ചെയ്യും. സുഖത്തിനു വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് ലളിതമായ സന്തോഷകരമായ ജീവിതം ദുഃഖപൂർണമാക്കരുത് എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് തരുന്ന ഉപദേശം.
ഈ ഒരു ഉപദേശത്തോടു കൂടി നാളത്തെ ദിവസം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും ലഭിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്കൊരു ജനറൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റായി പറയാവുന്നതാണ്. പുതിയ ഒരു കോഴ്സ് 28-ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ മാസം 28-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 days കോഴ്സാണ്. ആ കോഴ്സിലൂടെ നിങ്ങൾക്കുണ്ടായ ശത്രുദോഷം, കൂടോത്രം, ബ്ലാക്ക് മാജിക് എന്നിവയിൽ നിന്നും നിങ്ങൾക്ക് സ്വയം രക്ഷ നേടാനും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ രക്ഷിക്കുവാനും കഴിയുന്നതാണ്. ടെൻഷൻസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, ഭയം ഇവയൊക്കെ ഈ ഒരു കോഴ്സിൻ്റെ സഹായത്തോടുകൂടി അകറ്റുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ തേർഡ് ഐ ചക്ര കംപ്ലീറ്റ്ലി ഹീലാവുകയും നിങ്ങളുടെ തേർഡ് ഐ ഓപ്പൺ ആക്കി തരിക എന്നതാണ് ഈ ഒരു കോഴ്സിൻ്റെ ലക്ഷ്യം. കോഴ്സിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കോഴ്സിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റാത്ത പരിഹാരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതുമാണ്. നിങ്ങൾ അനുഭവിക്കുന്നത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും ആകട്ടെ, ദാമ്പത്യ പ്രശ്നങ്ങൾ, കുടുംബകലഹം, കൂടോത്രം, ബ്ലാക്ക് മാജിക് ഇവയ്ക്കുള്ള പരിഹാരങ്ങളെല്ലാം നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരുന്നതുമാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.